കാസർഗോഡ് എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ബിജു പൗലോസിനെ ഹോസ്ദുർഗ് കോടതി 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ബാർ ഉടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അമ്പലത്തറ എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി ബിജു പൗലോസ് അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതിയെ 3 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടങ്ങി. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടിട്ടതായി പ്രതി ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി നൽകിയ പവിത്രങ്കയം പുഴയിൽ ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ സഹായത്തോടെ തെളിവെടുപ്പ് നടത്തി. മൃതദേഹം ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി പുഴയിൽ തള്ളിയെന്നാണ് പ്രതി ബിജു പൗലോസ് നൽകിയ മൊഴി. 2010 ജൂൺ മാസത്തിലാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കവേ പെൺകുട്ടിയെ കാണാതാകുന്നത്. കൊലപാതകത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്ന ബാർ ഉടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 2 കുട്ടികളുടെ കേസാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി കേസുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. ആ കേസുകൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അപ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഉള്ള മുഴുവൻ മനുഷ്യാവകാശവും നിഷേധിക്കുന്ന ഒരു ജില്ലയായിട്ടാണ് നിലനിൽക്കുന്നത്. DNA പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് IG P പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബിജു പൗലോസ് അറസ്റ്റിലായത്. അമൃത ന്യൂസ്, കാസർഗോഡ്.